ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അതൊരു വ്ളോഗാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുലർച്ചയ്ക്ക് തന്നെ എല്ലാവരും ഇറങ്ങിയിരിക്കണ ഒരു 5 മണി ആ ടൈമിലൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ബസ്സൊക്കെ വന്ന് ഞങ്ങളെല്ലാവരും അതിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞാനിരുന്നത് വിൻഡോ സീറ്റിൻ്റെ അവിടെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാം. ഞങ്ങൾ 3 ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ സ്ഥലമൊക്കെ ഞങ്ങൾ പിടിച്ച് സെറ്റാക്കി വെച്ചിരിക്കണം. ബസ്സിൽ കുറച്ച് നേരം ഇരുന്നിക്കണ്, കാരണം ഫുഡ് വരാൻ വേണ്ടിയിട്ട് ലേറ്റായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം നിന്നിക്കണ്. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 7:30 ആകുമ്പോഴത്തേനും വണ്ടി എടുത്തേക്കണ്. അപ്പോൾ സ്ഥലം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, സ്ഥലം പാലക്കാടാണ്. അപ്പോൾ 1 ഡേ ട്രിപ്പ് മതി എന്ന് പറഞ്ഞപ്പോൾ പാലക്കാടാണ് ഞങ്ങളെല്ലാവരും പറഞ്ഞത്. അപ്പോൾ എങ്ങനെ ഇരുന്നതെന്ന് വെച്ചാൽ ഞാനും ലിയും റെനി, അതായത് എൻ്റെ കസിൻസാണ്, ഞങ്ങൾ 3 ആളാണ് 3 സീറ്റിലായിട്ട് ഇരുന്നത്. ഒരു 8:30 ആയപ്പോൾ ഉഴുന്നുവട കഴിച്ചു. പിന്നെ ഒരു 10 മണി ആയപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പൊറാട്ടയും ഇറച്ചിക്കറിയായിരുന്നു. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിക്കണ്. ഞങ്ങൾ പോയത് ക്രിസ്മസിൻ്റെ വെക്കേഷൻ്റെ ടൈമിലാണ്. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പാലക്കാട് എത്തി. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോയ സ്ഥലം ഇതാണ്. പേരൊന്നും ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ആരെങ്കിലും പാലക്കാട് പോയവരുണ്ടാവുമല്ലോ, അപ്പോൾ ആർക്കെങ്കിലും സ്ഥലത്തിൻ്റെ പേര് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവിടുന്ന് കുറച്ചൊക്കെ നടന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റൊക്കെ എടുത്ത് കയറി ഞങ്ങൾ. അപ്പോൾ ഫസ്റ്റത്തെ ഒരു സ്ഥലം ഇതാണ്. ഇതിൽ മുഴുവൻ ആമയായിരുന്നു. അങ്ങനെ ആമനൊക്കെ കണ്ട് എനിക്ക് ഈ ഒരു മരം നല്ല ഇഷ്ടമായി. പ്രത്യേകിച്ച് ആ യെല്ലോ ഷെയ്ഡുള്ള ഒരു മരം കാണുമ്പോൾ ഒരു പിക്ചർ പോലെ തോന്നി. അപ്പോൾ വെറുതെ ഒന്ന് എടുത്തതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. ഇവിടെ പിന്നെ ഫുള്ള് മരങ്ങളായതുകൊണ്ട് തണലുണ്ടായിരുന്നു. പക്ഷെ എല്ലായിടത്തും മരങ്ങളില്ല. നല്ല ചൂടായിരുന്നു, നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ വന്ന ബസ്. അപ്പോൾ ബസ് പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഞങ്ങൾ ഉച്ചക്കുള്ള ഭക്ഷണം കഴിക്കണത്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ടോയ് സെറ്റൊക്കെ കുറേ പേര് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചിട്ടില്ല, കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ബിരിയാണി ആയിരുന്നു. അങ്ങനെ അത് കഴിച്ചിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. അപ്പോൾ നേരത്തെ കണ്ട സ്ഥലത്ത് കുറേ കാണാനുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ആരെങ്കിലും പാലക്കാട് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കുട കയ്യിൽ വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാവും, കാരണം ഒടുക്കത്തെ വെയിലായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അടുത്ത സ്പോട്ടിലോട്ട് നടക്കുകയാണ്. അവിടേക്കും പിന്നെ ടിക്കറ്റ് എടുത്തിട്ട് കയറണം. അപ്പോൾ ടിക്കറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ ഡാം, മല, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഉള്ളിലോട്ട് കയറി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എന്നുള്ളൊരു വ്യൂ. അപ്പോൾ വീഡിയോ കാണുന്ന ഇടയ്ക്ക് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോവാം. അപ്പോൾ കയറി പോകുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ പുൽക്കൂടാണ്. പുൽക്കൂടെന്ന് തന്നെയല്ലേ പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്മസിൻ്റെ ടൈമിലാണ് പോയത്. അപ്പോൾ പുൽക്കൂടൊക്കെ സെറ്റാക്കി വെച്ചിക്കണ്. പിന്നെ ഫുള്ള് ചെടികളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല വെയിലായിരുന്നു എന്ന്. അപ്പോൾ ഒരാൾ കുട ചൂടി പോകണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നൈസായിട്ട് ആ കുടയിൽ കയറി. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ എവിടെ എത്തിക്കണം, കാരണം ഞാൻ വീഡിയോ എടുക്കണോണ്ട് മെല്ലെയാണ് വീഡിയോ ഒക്കെ എടുത്തിട്ടേ വരണുള്ളൂ. അപ്പോൾ ഓരോ പിന്നാലെ മണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ഒരു ട്രീയും നല്ല ഇഷ്ടമായി. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോവാം. ഇനി പോണത് ആ കാണുന്ന ഡാം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കൂടെ കുറച്ച് പേരുണ്ടായിരുന്നു. അതിൻ്റെ മുന്നേ ഞങ്ങളെല്ലാവരും ഐസ്ക്രീം വാങ്ങി കഴിച്ചു. ഞാൻ ചോക്ലേറ്റ്, അനിയനെ പിസ്ത, പിന്നെ അമ്മ വാനിലയാണ് വാങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറേ ആൾക്കാർ കാണാൻ വരണില്ല, ഡാം കാണാൻ വരണില്ല എന്ന്. അപ്പോൾ ഓരൊക്കെ ഇവിടെയാണ് ഇരുന്നത്. ആ ദൂരെ ഒരു മതിൽ കാണില്ലേ, അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ ഫുള്ള് നടക്കേണ്ടത്. എനിക്ക് ഈ ഒരു സ്ഥലം നല്ല ഇഷ്ടമായി, നല്ലൊരു ഭംഗിയായിട്ട് കാണാൻ. അപ്പോൾ ഇനി നമുക്ക് ഡാമുള്ളിടത്തേക്ക് പോകണം. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. കുറേ പേരില്ല എന്ന് പറയാനുള്ള കാരണം ഒന്നാമത് വെയിലും, പിന്നെ മേലേക്ക് കയറാനും കുറേ സ്റ്റെപ്സ് ഉണ്ട്. അതൊക്കെ കയറി വേണം പോവാൻ. ഒന്നാമത് അതുകൊണ്ടാണ് കുറേ പേര് വരാത്തത്. അപ്പോൾ പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇതൊക്കെ. പിന്നെ മേലെക്കൂടി ഒരു സംഭവം പോകുന്നുണ്ട്, സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. അപ്പോൾ അതിൻ്റെ പേരറിയില്ല, അതൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നും കയറിയിട്ടില്ല. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഈ പെണ്ണിന് ഒന്നിൻ്റെ പേരറിയില്ലല്ലോ എന്ന്. അറിയില്ല ഗൈസ്, എന്ത് ചെയ്യാനാ. പോണ വഴിക്ക് മതിൽമ ബ്യൂട്ടിഫുള്ളായ പിക്ചറൊക്കെ വരച്ച് വെച്ചിരിക്കണം, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ്. എൻ്റെ കൂടെ ഉള്ളവരൊന്നും കാണാനില്ല, അവരൊക്കെ മുന്നിൽ പോയിക്കണ്. ഓർക്കറിയാം എന്നെ കാത്തു നിന്നിട്ട് കാര്യമില്ല എന്ന്, കാരണം ഞാൻ വീഡിയോ എടുത്തിട്ടൊക്കെ വരുള്ളൂ എന്ന് അവർക്കറിയാം.
അങ്ങനെ കുറേ നേരത്തെ പരിശ്രമം കൊണ്ട് ഞങ്ങൾ മുകളിലെത്തി. അപ്പോൾ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണിത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരു പിക്ചർ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കിയുള്ളൊരു വ്യൂ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പ്രത്യേകിച്ച് ഒരു ഷേപ്പിൽ വെട്ടിയ ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ മുകളിൽ നിന്ന് നോക്കിയാലേ അതിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുമെന്ന് പറഞ്ഞ പോലെ ഇരുന്ന് നമ്മൾ മുകൾക്ക് പോകണനുസരിച്ച് നല്ലൊരു കാഴ്ചകൾ കാണാൻ പറ്റി. എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു, കാരണം മൊബൈൽ കയ്യിൽ നിന്ന് വീകുമോ എന്നുള്ളതൊക്കെ. കാരണം നല്ല കാറ്റുണ്ടായിരുന്നു. ഇനി ഒരു കുട്ടി കാഴ്ചയും കൂടി കാണിച്ചു തരാം. എങ്ങനെയുണ്ട് ഗൈസ്, കാണാൻ രസമല്ലേ? അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്ന് അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ ടോപ്പ് ഭാഗത്തുനിന്ന് ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഉള്ളൊരു വ്യൂ ആണിത്. നിങ്ങൾ പാലയ്ക്കുണ്ടാവും, ഈ പെണ്ണ് ഡാം കാണിച്ചു തന്നില്ലല്ലോ, കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഡാം. പിന്നെ ആ കണ്ണ പാലത്തിന്മേൽ കൂടി നമുക്ക് നടക്കണം. അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ച് പോണത്. അപ്പോൾ ആ പാലത്തിന്മേൽ കയറുമ്പോൾ ഇങ്ങനെ എത്ര ആൾക്കാർ കയറണം എന്നുള്ളതൊക്കെ എഴുതി വെച്ചേക്കണമെന്നൊക്കെ പറഞ്ഞ് കേട്ട്, ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഡാമും കണ്ട്, ഡാമിൻ്റെ ടോപ്പും കണ്ട് ഇനി നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ പാലത്തുമ്മ കൂടെ പോണ ചെറിയൊരു ഇളക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പേടിക്കാനുള്ള അത്രയൊക്കെ ഒന്നുമില്ല. അങ്ങനെ അവിടുന്ന് എല്ലാവരും പോന്നപ്പോഴത്തേന് എല്ലാവരും ഒരു വഴിയായി. അപ്പോൾ ഈ അറ്റം മുതൽ ആ അറ്റം വരെ നടന്നിക്കണ്. പിന്നെ ഇവിടെ ഇരിക്കാനൊരു ബെഞ്ചൊക്കെ സെറ്റാക്കി വെച്ചിക്കണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് അപ്പോൾ അംദും ജസയും ഒരു പറയാ ഒന്ന് വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തെടുത്തതാണ്. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് അപ്പോൾ ഇനി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ സ്ഥലത്തിനോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇനി ഞങ്ങൾ ബസ്സിലോട്ട് പോവുകയാണ് കയറാൻ വേണ്ടിയിട്ട്. കുറേയൊക്കെ വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ച് പോണ വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. കുറേ ആൾക്കാർക്ക് തലവേദനയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ചപ്പോൾ എല്ലാവരും സെറ്റായി. അപ്പോൾ എല്ലാവരും നല്ല സെറ്റായി ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനും പോയിട്ട് ഡാൻസ് കളിക്കട്ടെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.